ഒരു ഓഫർ ഉണ്ട്. എന്തോ ഓഫർ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഈ വർഷം ഇവനെ കല്യാണം കഴിക്കണ പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോയി ഇവൻ നിൽക്കാൻ തയ്യാറാണ്. അയ്യോ പാപം, ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഈ വർഷം അലൻ ജോസ് പെരേരനെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ഓഫർ. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ തയ്യാറാണ്. ഞാൻ അങ്ങോട്ട് വരാം. അത് മാത്രമല്ല, എന്താ എന്റെ ഉദ്ദേശം? നിങ്ങളുടെ തുണി അലക്കും, പാത്രം കഴുകും. പിന്നെ ഉണ്ടാവും. അല്ല, ഉണ്ടായില്ലെങ്കിൽ കാര്യം എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കടയിൽ സാധനം വാങ്ങണ പോലെ അത് ഓഫർ എന്ന് വെച്ചാൽ ഈ വർഷം മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം ഡിമാൻഡ് കൂടും. ഭയങ്കര പാടാ. ഈ വർഷം ഡിമാൻഡ് കുറവാണ്. എന്നെ പ്രാന്ത് പിടിപ്പിച്ചോ. ഞാൻ ഇടവകയിൽ ഓടിയത് കല്യാണം കഴിച്ചാലും പിന്നെ എന്നെ പിടിച്ച കിട്ടുന്ന വരില്ല. ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അല്ല, അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും. ഒരു പെണ്ണ് ആ വീട്ടിൽ നിന്ന് പോണല്ലേ, ഇത് അവർക്ക് സന്തോഷമാണ്. ചെല്ലേ എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലല്ലോ. തുണികളൊക്കെ വാഷിംഗ് മെഷീൻ എന്നെ കൊണ്ടാവുന്നു ചെയ്യുന്നു. കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. ഏതായാലും ഈ വർഷം മാത്രമുള്ള ഈ ഓഫർ. കാര്യം അടുത്ത കൊല്ലം പിടിച്ചാൽ കിട്ടില്ല, സൂപ്പർ സ്റ്റാർ ആവും. തൽക്കാലം ആരോടും പറയണ്ട. നീ അടങ്ങി. കല്യാണം പറഞ്ഞാലല്ലേ റിസപ്ഷൻ നടക്കില്ല. കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പണ്ട് യൂട്യൂബ് റൂട്ടസ് എന്ന സിനിമയില് ഒരു പട്ടിനെ പോലത്തെ ഒരു ആട്ടുന്ന സീനിലൊക്കെ നമ്മുടെ ടൊവിനോ അഭിനയിച്ചു. അപ്പൊ അത് അഭിനയം. നമ്മള് റിയൽ ലൈഫിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു. എല്ലാ ചികിത്സകളും ചെയ്തു കഴിഞ്ഞു. ഈ രോഗത്തിന് ചികിത്സയില്ല. പേരെന്താണ്? വിഷ്ണു കൊച്ചിക്കാരൻ എന്റെ കൂടെ ആണെന്ന് ഫേമസ് ആവാൻ വേണ്ടിട്ട്. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. അല്ല, ഞാൻ ഓൾറെഡി സിനിമയിലുള്ള ആളല്ലോ. പക്ഷെ ഫേസ് വാല്യൂ ഉണ്ടായിരുന്നില്ലല്ലോ. അതുണ്ടായില്ല. ഇവൻ കാരണമാണ് ഞാൻ ഫേമസ് ആയത്. അതിന് ഇവന്റെ ഫോട്ടോ ഞാൻ വീട്ടിൽ വെച്ച് പൂമാലയൊക്കെ വെച്ച് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വരുമാനം ആ കാശ് കൊണ്ട് ബാങ്ക് ഇട്ടിട്ട് അതിന്റെ ഡിപ്പോസിറ്റ് ഒരു മാസം 45,000 കിട്ടുന്നുണ്ട്. വീട്ടില് പിന്നെ അമ്മൂമ്മയുടെ ഒരു തെറി വിളിക്കാറുള്ള ഒരു പതിവുള്ളതുകൊണ്ട് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. അമ്മൂമ്മ ഭയങ്കര പ്രശ്നക്കാരി. നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം. അമ്മൂമ്മ ഈ പാവത്തിനെ വിളിക്കണ തെറി കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ട് ഞാൻ വണ്ടിയായിട്ട് പോയി കളഞ്ഞിട്ടുണ്ട്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10,000 കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. എന്ത് തെറിയ വിളിക്കണ അമ്മൂമ്മ? അല്ലടാ, ഞാൻ അമ്മൂമ്മ ഒരിക്കലും ഇവനെ തെറി വിളിക്കാൻ പാടില്ല. കാര്യം എന്ത് തെറിയാണ് ഇവനെ വിളിക്കണം? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കാര്യം എന്ത് തെറിയാണ് ഇവനെ വിളിക്കണം?